ശ്രീകൃഷ്ണായ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആൾ എന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ഇന്ന് പറയാൻ പോകുന്ന വിഷയം, ഈ സെപ്റ്റംബർ 20 മുതൽ 20-ാം തീയതി കഴിയുമ്പോൾ 6 നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ നിന്ന് ശനി മാറി, കണ്ടകശനി മാറി സൗഭാഗ്യം ഉണ്ടാകുവാൻ പോകുന്ന ഒരു കാലമായിരിക്കും. ഈ പറയുന്ന 6 നക്ഷത്രക്കാരുടെ കുടുംബത്തിലും ഐശ്വര്യവും സമ്പത്തും വന്നു ചേരും. കൂടാതെ തൊഴിൽപരമായിട്ടുള്ള പുരോഗതി ഉണ്ടാകും. കുടുംബസമാധാനം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. കുടുംബസമാധാനം നിലനിൽക്കും. ഈശ്വര കടാക്ഷം സിദ്ധിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഇതിൽ ആദ്യം വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ്. ഈ മകം നക്ഷത്ര ജാതകരുടെ കാര്യം പറയുമ്പോൾ ജീവിതത്തിൽ കൂടുതലും പരാജയങ്ങൾ നേരിടേണ്ടി വന്ന അല്ലെങ്കിൽ പരാജയങ്ങൾ സംഭവിച്ച ഒരു ജീവിത രീതിയായിരിക്കും. കൂടാതെ തന്നെ കാര്യതടസ്സം, കടബാധ്യത, സന്താനപരമായിട്ടുള്ള ദുഃഖങ്ങൾ എന്നിവയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കാം. തൊഴിൽപരമായ അലച്ചിലുണ്ടാവാം, കഠിന പ്രയത്നം ഉണ്ടായിരിക്കും. അതെല്ലാം മാറാൻ പോകുന്നു. സെപ്റ്റംബർ 20 കഴിയുമ്പോൾ സാമ്പത്തികമായി വളർച്ച, കുടുംബസമാധാനം നിലനിൽക്കുന്നൊരവസ്ഥ, മംഗളകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ആരോഗ്യപരമായും മാനസികപരമായിട്ടൊക്കെ വലിയ രീതിയിലുള്ള, അതായത് നിലവിൽ ഉണ്ടായിരുന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. ഈ മാനസികപരമായിട്ടും ആരോഗ്യപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് സന്തോഷകരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതാണ്. നല്ല രീതിയിലുള്ള ഈശ്വര പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ കാര്യങ്ങളൊക്കെ ഈ സെപ്റ്റംബർ 20 കഴിയുമ്പോൾ ജീവിതത്തിൽ സംഭവിക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്രമാണ്. ഈ ചിത്തിര നക്ഷത്രക്കാരുടെ കാര്യമാണെങ്കിൽ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങളും അവസാനിക്കാൻ പോകുന്നു. തൊഴിൽ മണ്ഡലത്തിൽ ഉയർച്ച വരാൻ പോവുകയാണ്. കൂടാതെ ധനപരമായ ഉന്നതി വരുന്നതായിരിക്കും. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുകയും സന്താനങ്ങളെ കൊണ്ട് അഭിമാനിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. പല രീതിയിലും ചിത്തിര നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ ഉയർച്ചകൾ പ്രതീക്ഷിക്കാവുന്ന കാലമായിരിക്കും സെപ്റ്റംബർ 20 കഴിഞ്ഞാലുള്ള ദിവസങ്ങളെന്ന് പറയുന്നത്. എവിടെയൊക്കെയാണോ അവഗണിക്കപ്പെട്ടത് അവിടെയൊക്കെ പരിഗണിക്കപ്പെടും, അവിടെയൊക്കെ ആദരിക്കപ്പെടും എന്നത് മറ്റൊരു വസ്തുത കൂടിയാണ്. ഈശ്വര വിശ്വാസം കൈവിടാതെ മുന്നോട്ട് കൊണ്ടുപോവുക. അടുത്തതായിട്ട് പറയുന്ന നക്ഷത്രം പൂരാടം നക്ഷത്രമാണ്. ഈ പൂരാടം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ എപ്പോഴും തന്നെ ഒരു ദുഃഖം നിലനിന്ന് പോകും. ഏതെങ്കിലും തരത്തിലുള്ളൊരു വിഷമം മനസ്സിനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കും ഇവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വ്യാകുലമായ മാനസിക നില, ഉറക്കക്കുറവ് എന്നിവയൊക്കെ പൂരാടം നക്ഷത്ര ജാതകർക്ക് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ അവസാനം വരാൻ പോകുന്നു. സെപ്റ്റംബർ 20 കഴിയുമ്പോൾ മാറ്റം വരാൻ പോകുന്നു. എല്ലാ കാര്യത്തിലും ഉയർച്ച വരാൻ പോകുന്ന സമയം. മാനസിക പിരിമുറുക്കങ്ങൾ മാറുകയും കുടുംബപരമായിട്ട് മാനസികപരമായിട്ടൊക്കെയുള്ള ഉയർച്ച, സന്തോഷം എന്നിവ ഉണ്ടാകും. ഐശ്വര്യം വരാൻ പോകുന്ന സമയമാണ്. തൊഴിലിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. ഈശ്വര പ്രാർത്ഥന ഉണ്ടായിരിക്കണം. അടുത്ത പറയുന്ന നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടം നക്ഷത്ര ജാതകർക്ക് ഇപ്പോൾ സംഭവിക്കുന്നത് പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾക്ക് വിദ്യാതടസ്സം, കൂടാതെ സുഹൃത്തുക്കൾ വഴിയുള്ള ദോഷ അനുഭവങ്ങൾ എന്നിവയൊക്കെയാണ് കൂടുതലായിട്ട് വന്നു ചേരുന്നത്. ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ വിനയായിട്ട് തന്നെ അത് തിരിച്ചു വരുന്ന അവസ്ഥ. കൂടാതെ ഒരു കാരണവുമില്ലാതെ മനോദുഃഖം ഉണ്ടാവുക, പ്രണയ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിവയൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം മാറാൻ പോവുകയാണ്. ഈ സെപ്റ്റംബർ 20 കഴിയുന്നതോടെ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു.
സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ചകൾ ഉണ്ടാകും. പരീക്ഷകളിൽ ഉന്നത വിജയം നേടുവാൻ സാധിക്കും. കുടുംബാന്തരീക്ഷം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഈശ്വരാനുഗ്രഹം വർദ്ധിക്കും. ഈശ്വര പ്രാർത്ഥന ഉണ്ടായിരിക്കേണ്ടതാണ്. അടുത്തതായി പറയുന്നത് പൂരുരുട്ടാതി നക്ഷത്ര ജാതകരാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ ധനം പിടിച്ചു വെച്ച് ജീവിക്കുന്ന ഒരു രീതിയാണ്. പക്ഷേ ഈ കൂട്ടർ അറിയാതെ തന്നെ ധനവ്യയം സംഭവിക്കുകയും ചെയ്യും എന്നതാണ് വാസ്തവം. ചിലവാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, മടിയാണ്. പക്ഷേ ചിലവാക്കിക്കൊണ്ടേയിരിക്കും. അറിയാതെ തന്നെ കാര്യങ്ങൾക്കൊക്കെ ധനം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ ചെയ്യണം, അത് വിജയത്തിലെത്തിക്കണം എന്നൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അതൊക്കെ സാധിച്ചെടുക്കുമ്പോൾ വളരെ വളരെ കാലതാമസങ്ങൾ എടുക്കുന്ന ഒരു രീതിയും കൂടെയാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. പല നേരത്തും സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ ഇവരൊക്കെ പോലും ശത്രുക്കളാവുന്ന അവസ്ഥ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അത് വന്നിട്ട് അങ്ങനെ തന്നെ സംഭവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ. ഈ സെപ്റ്റംബർ 20 കഴിയുമ്പോൾ പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്ക് ഐശ്വര്യത്തിൻ്റെ ദിനങ്ങളാണ് വരാൻ പോകുന്നത്. ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു തടസ്സവുമില്ലാതെ പൂർത്തീകരിക്കുവാൻ കഴിയും. കാലതാമസമൊന്നുമില്ലാതെ, തടസ്സങ്ങളില്ലാതെ പൂർത്തീകരിക്കുവാൻ സാധിക്കും. ധനഭാഗ്യം വന്നു ചേരും. സമ്മാനങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. കുടുംബസുഖം വർദ്ധിക്കുവാനുള്ള കാര്യങ്ങളുണ്ടാവും. വിനോദപരമായിട്ടുള്ള കാര്യങ്ങളിലും പുണ്യസ്ഥലങ്ങളിൽ തീർത്ഥാടനപരമായ സന്ദർശനങ്ങളിലുമൊക്കെ ചെന്ന് പങ്കെടുക്കുവാൻ സാധിക്കും. വലിയ ഉയർച്ച ഉണ്ടാവുക തന്നെ ചെയ്യുന്ന ഒരു സമയം തന്നെയായിരിക്കും ഇത്. ഈശ്വരവിശ്വാസം കൈവിടാതിരിക്കുക എന്നുള്ളതാണ് കൂടുതലായിട്ട് പറയുന്നത്. അവസാനമായി വരുന്ന നക്ഷത്രം എന്ന് പറയുമ്പോൾ ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ ഏതൊരു നല്ല കാര്യം വന്നാലും അത് അവസാന നിമിഷം അത് നമ്മളുടെ കയ്യിലേക്ക് എത്തും എന്നുള്ളൊരു സാഹചര്യത്തിൽ തട്ടിമാറിപ്പോകുന്ന ഒരവസ്ഥയായിരിക്കും. എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ വന്നു ചേരാം. തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കാത്ത അവസ്ഥ ജീവിതത്തിൽ പല മേഖലകളിലും ഉണ്ടായിട്ടുണ്ട്. പല രീതികളിലും പല മേഖലകളിലും ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച് വന്നവരാണ് ഉത്രട്ടാതി നക്ഷത്ര ജാതകക്കാർ. ഈ ജാതകർക്കും സെപ്റ്റംബർ 20 കഴിയുമ്പോൾ ഇതിനെല്ലാം മാറ്റം വരുന്നതാണ്. ജീവിതത്തിൽ സന്തോഷകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. എല്ലാവർക്കും ഒപ്പം, എല്ലാ ആൾക്കാർക്കും ഒപ്പം മുന്നിൽ തന്നെ നിന്ന് പല കാര്യങ്ങളും നടത്തിയെടുക്കുവാൻ സാധിക്കും. മംഗളകരമായ കാര്യങ്ങളിൽ പങ്കെടുക്കുവാനും അങ്ങനെയുള്ള കാര്യങ്ങൾ ജാതകരെ തേടി വരികയും ചെയ്യും. ധനപരമായിട്ടുള്ള ഉയർച്ചകൾ ഉണ്ടായിരിക്കും. വാഹന ലാഭം എന്നിവയൊക്കെ ഉണ്ടാകുന്ന ഒരു കാലമാണ്. ഈശ്വര പ്രാർത്ഥന എപ്പോഴും കൈവിടാതെ സൂക്ഷിക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഈ രീതിയിലാണ് സെപ്റ്റംബർ 20 കഴിയുമ്പോൾ ഈ മുകളിൽ പറഞ്ഞ 6 നക്ഷത്ര ജാതകർക്ക് കണ്ടകശനി അവസാനിച്ച് ശുഭഫലങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഏവർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.